കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ മാമി എന്ന ആട്ടൂർ മുഹമ്മദിന്റെ തിരോധാനം ഒരു സമയത്ത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയുണ്ടായി. പിന്നീട് അത് PV അൻവറാണ് വീണ്ടും വലിയ ചർച്ചയാക്കിയത്. ഇപ്പോൾ ആ തിരോധാനം വീണ്ടും വാർത്തകളിൽ വലിയ തോതിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്തിനെ കാണാതായി. അത് വലിയ വാർത്തയായി. രജിത്തിനെ പിന്നീട് ഗുരുവായൂരിൽ കണ്ടെത്തി. അതിനുശേഷം ഇന്നലെ രജിത്ത് നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. ആ വെളിപ്പെടുത്തലുകളും വലിയ ചർച്ചയാവുന്നു. എന്നാൽ ഇന്നലെ നടത്തിയ പരാമർശങ്ങളൊക്കെ രജിത്ത് നടത്തിയ പരാമർശങ്ങളൊക്കെ മാമിയുടെ ഭാര്യ റംല തള്ളിക്കളയുകയാണ്. മാമിയെ ഫോണിൽ ലഭിക്കാതെ വന്നതോടെ പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞത് രജിത് കുമാർ തന്നെയാണെന്നാണ് മാമിയുടെ ഭാര്യ റംല ന്യൂസ് 18നോട് പറഞ്ഞത്. പരാതി നൽകാൻ തയ്യാറെടുത്തപ്പോൾ തന്നെയും മാമിയുടെ സുഹൃത്ത് ബിനോജിനെയും മാമി വിളിച്ചിരുന്നു എന്ന് രജിത്ത് തെറ്റിദ്ധരിപ്പിച്ചുവെന്നും ഈ മുഹമ്മദ് എന്ന മാമിയെ യുവതിയുമായി ബീച്ചിൽ കണ്ടെന്ന കഥ കെട്ടിച്ചമച്ചതാണെന്നും റംല വ്യക്തമാക്കി. 2023 ഓഗസ്റ്റ് 21 രാവിലെ എന്നും പതിവ് പോലെ പോകുന്നത് പോലെയാണ് ഹസ്ബൻഡ് പോയത്. പക്ഷേ പോയി കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നമ്മളിങ്ങനെ കോണ്ടാക്ട് ഉണ്ട്. പോയി കഴിഞ്ഞ ശേഷം അന്ന് പിന്നെ 21 തിങ്കളാഴ്ച 3 പ്രാവശ്യം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നു പറഞ്ഞത് കൊണ്ട് അതെന്തായി എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അവർക്ക് വേണ്ടി കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാം റെഡിയായോ എന്നറിയാനാണ് ഈ വിളിക്കുന്നത്. അങ്ങനെ പിന്നെ 11 മണിക്ക് വിളിച്ച് 2 മണിക്ക് വിളിച്ചു, പിന്നെ 4 മണിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗസ്റ്റുകളെല്ലാം ഉമ്മ ഉണ്ടല്ലോ ഇവിടെ, വയസ്സായ ഉമ്മയുള്ളത് കൊണ്ട് ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതറിയാൻ വേണ്ടി ഒരു 6 പിന്നെ ഇദ്ദേഹം എത്തിയില്ല. അപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 6:50 ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, സോറി അവരൊക്കെ വന്നോ, എനിക്ക് തിരക്കാണ്, എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും പിന്നെ 7 മണിയാകുമ്പോൾ ഞാൻ ഈ ഗസ്റ്റുകൾ ഇവിടെ വന്നിരുന്നിട്ടുള്ള പിന്നെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ചോദിച്ച്, ഹലോ സോറി കേട്ടോ, എല്ലാവരും എത്തി, എനിക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എത്താൻ ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ പറയുന്നതാണ്, ലേറ്റ് ആവട്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു 7:45 പിന്നെ 7:30 തൊട്ട് 7:30, 7:45, 8, 8:30, 9, 9:30, 10, 12 മണി വരെ ഞാൻ വിളിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എന്തൊരു സാധനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയോട് പറയാ, ഒരു ഭാര്യൻ്റെ ഒരു വേദനയാണല്ലോ. അപ്പം ഞാൻ രാവിലെ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ എനിക്ക് എക്സാം ആയിരുന്നു. അപ്പം എനിക്ക് വിളിക്കാനൊന്നും കഴിഞ്ഞില്ല. സ്കൂളിലെത്തി കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് മിസ് കോള് കാണുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി എന്തോ ബേജാറായി തുടങ്ങി, പഠിച്ചവനെ എന്തോ പറ്റിയോ. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാനൊരു 1:45 ആകുമ്പോൾ ഡ്രൈവറെ വിളിച്ച്, പിന്നെ രജി മാമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എല്ലാവരും കൂടി വിളിക്കുന്നത്, മാമിക്ക് എന്താ പറ്റി വെച്ചപ്പോൾ ടീച്ചറേ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ തന്നെ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇന്ന് മാമിക്ക് 2 മണിക്ക് അന്ന് പിന്നെ ഒരു രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിനോജ് എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പിന്നെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുള്ളത്. അയാളെയും മാമി വിളിച്ചിട്ടുണ്ട്, എന്നെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ അയാളെയൊക്കെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം എനിക്കൊരു സമാധാനം. അപ്പോൾ അയാളിനോട് പറഞ്ഞു, ടീച്ചറെ പ്രശ്നമൊന്നുമില്ല, ടീച്ചർ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, പിന്നെ നിങ്ങൾ എവിടെ എത്തി, പിന്നെ 2 മണിക്കാട്ടോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. പേടിക്കാന്നില്ല ടീച്ചറെ എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എന്താ രജിക്കനെ ഫോൺ കൊടുത്ത്. പിന്നെ എന്നെ ഒരുപാട് മാമിൻ്റെ വലിയ ഫ്രണ്ട്സുകളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചറെ ഇത് എന്തോ കിട്ടുന്നില്ലല്ലോ ടീച്ചറെ, പ്രയാസമാവുന്നു, നമുക്ക് എന്താ FIR കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് മാമിൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഒരു 5:30 ആകുമ്പോൾ 6 മണിക്കായിട്ടുണ്ടാവും. രജി പറഞ്ഞു, ടീച്ചറെ പിന്നെ മാമിൻ്റെ ഈ ഫ്രണ്ട് ബിനോജ് നല്ല ഉയരങ്ങളൊക്കെ നല്ല പിടിപാടുള്ള ആളാണ്, അയാൾക്ക് ഇതൊക്കെ എങ്ങനെ കൊടുക്കാന്നൊക്കെ നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള നല്ല പിന്നെ DGP പോലീസുമായിട്ട് നല്ല കണക്ഷൻ ഉള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിച്ച് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ടീച്ചറെ ഫോണിൽ നിന്ന് പിന്നെ ഒരു മെയില് പിന്നെ ബിനോജിന് വിടണം എന്ന് രജിയാണ് എന്നെ പറഞ്ഞ് വിളിക്കുന്നത്. അതുകൊണ്ട് ടീച്ചറെ നക്ഷത്രൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്രസ്സ് എനിക്കൊന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞു കൊടുത്ത്, എന്നിട്ട് പിന്നെ ബിനോജ് സാറിൻ്റെ നമ്പറും എനിക്ക് തന്നു. ആ ബിനോജ് സാറിൻ്റെ നമ്പറിലേക്കാണ് നമ്മൾ മെയിൽ പിന്നെ ഇതിട്ട് കൊടുത്തത്. അങ്ങനെ സാർ അതിൽ തിരിച്ച് നമുക്ക് എന്ത് ചെയ്തു, ഈ മാറ്റർ ഇട്ട് തന്നു. മാറ്ററൊക്കെ നമ്മൾ നന്നായിട്ട് പിന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് അപ്പോൾ പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞേ, പിന്നെ ടീച്ചറെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം ചിക്ബല്ലാപ്പൂർ ഒരു ബിസിനസ്സിന് പോയതാണ്, ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് എത്താവുമായിരിക്കും, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊടുത്ത സാധനം ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ എന്തിനാ ടീച്ചർ അങ്ങനെ ചെയ്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം ഉണ്ടല്ലോ, നമുക്കിപ്പോൾ എന്തിനാ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പിന്നെ കുറവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതെന്തിനാ പിന്നെ അങ്ങനെ, അത് ഞങ്ങൾ മക്കൾ പേടിക്കേണ്ട വിചാരിച്ചിട്ടാണ്
അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ ഫ്രണ്ട് പിന്നെ അമീൻക പിന്നെ ഈ ബിനോജിനോട് ബന്ധപ്പെട്ട് ബിനോജിനോട് സംസാരിച്ചപ്പോൾ ടീച്ചറെ വേണ്ടായിരുന്നു, അത് പിന്നെ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് പിന്നെ രജിനെ വിളിക്കാൻ പറഞ്ഞു. രജിനെ വീണ്ടും വിളിച്ച് അവനെ പിന്നെ രജി വരണം, എനിക്ക് 9 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം, അപ്പം നടക്കാവ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പേടിയായതുകൊണ്ട് അപ്പോൾ രജി വരണം. രജിനെ വിളിച്ചപ്പോൾ രജി പറഞ്ഞു ഞാൻ കുറച്ച് ദൂരെയാണ് ടീച്ചറെ, കുറച്ച് സമയം എടുക്കും, പറ്റില്ല രജി വരണം, കാരണം ദൂരെ ആയതുകൊണ്ട് നമുക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 9:45 കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് രജി വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ പിന്നെ താഴെ ഉണ്ട് പിന്നെ രാജീവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ താഴെ ചെന്ന് നോക്കുമ്പോൾ രജി അല്ല വന്നത്, രാജീവായിരുന്നു. അങ്ങനെ രാജീവിൻ്റെ കൂടെ കാറിൽ നമ്മൾ പിന്നെ ഇവിടെ പോയി നടക്ക സ്റ്റേഷനിൽ പോയി ഇതൊക്കെ കൊടുത്തു കഴിയുന്ന ആ സമയത്തൊക്കെ അവിടെ അപ്പം പിന്നെ രാജീവ് വന്ന് പിന്നെ രജിനോട് പുറത്ത് നിന്നിട്ട് പറഞ്ഞു ടീച്ചറെ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റേഷൻ്റെ പുറത്തുണ്ട്, പിന്നെ ഞാൻ ലുങ്കി എടുത്തുകൊണ്ട് പിന്നെ എനിക്ക് അങ്ങോട്ട് വരാനൊരു ഒരു ഇതുണ്ട്, ഒരു ജാള്യത ഉണ്ട്, അതുകൊണ്ട് ഞാൻ നീ അവിടെ നിൽക്കണ്ട, നീ ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു, വരണം എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ കൂട്ടത്തിൽ അവരിങ്ങനെ പിന്നെ ഇവരൊക്കെ വന്ന ആളുകൾ പിന്നെ രാജീവ് ഉണ്ടായിരുന്നു, പിന്നെ ബിനോജ് ഉണ്ടായിരുന്നു, പിന്നെ മാമിൻ്റെ ഒരു ഫ്രണ്ട് ഇക്ബാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഞങ്ങളെ തെരഞ്ഞ് അവിടെ വന്നു. നമുക്ക് എന്തൊരു പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഓടി വരുന്ന ഫ്രണ്ട്സാണ് അവരൊക്കെ. അതുകൊണ്ട് അപ്പം നമുക്ക് അവർ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ആ സമയത്ത് അവിടെ എത്തി. ഇക്ബാലും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ആ സമയത്ത് അവിടെ എത്തി. ഈ മാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. ഇപ്പോൾ മാമിയുടെ ഭാര്യ റംല പറഞ്ഞതിന് തീർത്തും വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്നലെ ഡ്രൈവറായ രജിത്ത് പറഞ്ഞത്. ഈ രജിത്തിന്റെ ഇത് വന്നതിന് ശേഷമാണ് റംല ഇങ്ങനെ ഒരു വിശദീകരണവുമായിട്ട് വരുന്നത്. ഇന്നലെ രജിത്ത് എന്താണെന്നു മാധ്യമങ്ങളോട് പറഞ്ഞതെന്ന് നോക്കാം. മാമി നഗരത്തിൽ നിന്ന് പോയി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പരാതി നൽകിയതിൽ അസ്വാഭാവികത ഉണ്ടെന്നൊക്കെയായിരുന്നു രജിത്ത് പറയുന്നത്. ഇപ്പോൾ റംല പറയുന്നു രജിത്ത് നിർബന്ധിച്ചാണ് ആ പരാതി കൊടുക്കുന്നതെന്ന്. മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് രജിത് കുമാറും ഭാര്യയും നഗരം വിട്ടിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തി. നാട്ടിലെത്തിയ ശേഷമാണ് മാമിയുടെ കുടുംബത്തിന് നേരെ ഗൗരവതരമായ ആരോപണങ്ങൾ രജിത് മുന്നോട്ട് വയ്ക്കുന്നത്. മാമി നഗരത്തിൽ നിന്നും പോയി മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബം പോലീസിൽ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ബിസിനസ് ആവശ്യങ്ങൾക്കായി പലപ്പോഴും ദിവസങ്ങളോളം നാട്ടിൽ നിന്നും മാറി നിൽക്കുന്നയാളാണ് മാമി. പക്ഷേ മണിക്കൂറുകൾ മാത്രം മാറി നിന്നപ്പോൾ കുടുംബം പരാതി നൽകിയത് എന്തുകൊണ്ട്? ഒരാള് കാണാതെ പോയിട്ട് അന്ന് തന്നെ പരാതി കൊടുത്തത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അന്ന് തന്നെ പരാതി കൊടുക്കാന്നാൽ എന്താണെന്നുള്ള ദുരൂഹത എനിക്ക് മനസ്സിലായില്ല. മാമിയെ കാണാതാവുന്നതിന് തൊട്ടുമുമ്പ് ഭാര്യമാരിൽ ഒരാൾക്ക് അൻവർ എന്നയാളുമായി ബന്ധപ്പെടണമെന്ന് മെസ്സേജ് അയച്ചിരുന്നു. ഇക്കാര്യവും പോലീസ് പരിശോധിച്ചില്ല. അവസാനം മെസ്സേജ് പോലീസ് ആണ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. അയാൾ ഹൈദരാബാദിലുള്ള ഒരു ഭാര്യയ്ക്ക് അർജന്റായിട്ട് ഏതോ അൻവറിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയക്കുകയോ ഇനി വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയം അറിയില്ല. വ്യക്തം എനിക്കറിയില്ലല്ലോ, പറഞ്ഞു കേൾക്കില്ലല്ലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഹൈദരാബാദിലുള്ള ഭാര്യയ്ക്കും ആ പറഞ്ഞ ഏതാണോ അൻവർ എന്ന അൻവറിനും ഈ കാര്യം അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണാതാവുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസം മാമിയെ അപരിചിതയായ യുവതിക്കൊപ്പം ബീച്ചിൽ വെച്ച് കണ്ടിരുന്നു. ഇക്കാര്യവും പോലീസിനെ അറിയിച്ചു. ബീച്ചിൽ ഞാനൊരു സ്ത്രീയെ കണ്ടിരുന്നു, ഇയാൾ കൂടെ. അയാൾ ആരാന്നറിയില്ല എന്നാണ് പറഞ്ഞത്. കാറിൽ വെച്ച് കണ്ടെന്നാണ്? അല്ല, കാറിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ബീച്ചിന് പുറത്ത്. ആ പെൺകുട്ടിയെ മുമ്പ് കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. പെൺകുട്ടിയാണ്? പെൺകുട്ടിയാണ്, ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ക്രൈംബ്രാഞ്ച് കേസന്വേഷണം ആരംഭിച്ച ശേഷം 4 വട്ടം രജിത്തിനെ ചോദ്യം ചെയ്തിരുന്നു. ഇയാളുടെ കാറും ഭാര്യയുടെ ഫോണും പിടിച്ചെടുത്തു. ഭാര്യ തുഷാരയെ 1 വട്ടം ചോദ്യം ചെയ്തു. പിന്നാലെയാണ് ഇരുവരും നാട്ടിൽ നിന്ന് അപ്രത്യക്ഷരായത്. കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ഇത് കുഴഞ്ഞു മറിഞ്ഞ് എങ്ങോട്ടെന്നില്ലാതെ പോവുകയാണ് ഈ കേസ്. ഇന്നലെ രജിത്തിനെ ഗുരുവായൂരിൽ നിന്ന് കണ്ടെത്തിയതിനു ശേഷം ഇന്നലെ രജിത്ത് കുറേ കാര്യങ്ങൾ, പുതിയ കുറേ കഥകൾ പറയുന്നു.
അതെല്ലാം തീർത്തും അതിന് വിരുദ്ധമായ രീതിയിൽ റംലയുടെ വിശദീകരണം വരുന്നു. റംല പറയുന്നതനുസരിച്ച് രജിത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, രജിത്താണ് നിർബന്ധിച്ചത് ഈ പരാതി കൊടുക്കണമെന്ന്. പക്ഷേ അയാൾ പറയുന്ന കഥയിൽ ഒരു പുതിയ കഥാപാത്രം, ഒരു പെൺകുട്ടി വരുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് എങ്ങോട്ടാണ് ഈ കേസ് ഇപ്പോൾ പോകുന്നത്? തീർച്ചയായും ശ്രീജ, അങ്ങേയറ്റം ഒരു ദുരൂഹതകൾ നിറഞ്ഞ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ കേസ് നീളുന്നത്. നമുക്കറിയാം, നേരത്തെ പലവട്ടം നമ്മൾ ഈ മാമിയുടെ കുടുംബത്തെ കാണുകയും ഈ ടീച്ചർ റംല പറഞ്ഞതുപോലെ തന്നെയാണ് ഇവരുടെ കുടുംബാംഗങ്ങളൊക്കെ, റംലയും പലപ്പോഴും നമ്മളോട് സംസാരിച്ചത്. റെജി പറഞ്ഞിട്ടാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ കാണാതായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു പരാതി നൽകിയതെന്നാണ് പറഞ്ഞത്. അത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ നമ്മൾ അവരെ കണ്ടപ്പോഴും ഇപ്പോൾ പറയുമ്പോഴും ഒക്കെ അവർ അതേ രീതിയിൽ തന്നെ പറയുന്നു. പക്ഷേ റെജി പെട്ടെന്ന് തിരിച്ച് വേറൊരു തരത്തിലേക്ക് സംസാരം മാറ്റുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കാരണം റെജി പറയുന്നത് സാധാരണ രീതിയിൽ ഒരു മനുഷ്യനെ കാണാതായാൽ, ഇപ്പോൾ തന്നെ കാണാതായാൽ പോലും ആദ്യം ഒരു രാത്രി കാണാതായാൽ ഒന്നും ചിലപ്പോൾ പരാതി കൊടുക്കില്ല. സുഹൃത്തുക്കളുടെ അവിടെ പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്ക് പോയോ എന്നൊക്കെ തിരയും. ഇതിനുശേഷം മാത്രമേ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകുള്ളൂ. പക്ഷേ ഇവിടെ ഈ മാമിയെ കാണാതായി, ഫോണിൽ ലഭ്യമല്ല എന്ന് കണ്ടപ്പോൾ തന്നെ കുടുംബം പോലീസിൽ പരാതി നൽകിയത് എന്തിനാണ്? ഇങ്ങനെ കാണാതായി എന്ന് പറഞ്ഞ് പരാതി നൽകേണ്ട ആവശ്യം എന്തായിരുന്നു? അതിൽ തന്നെ ദുരൂഹതയുണ്ട് എന്നാണ് റെജി പറയുന്നത്. പക്ഷേ മാമിയുടെ കുടുംബം പറയുന്നത് റെജി പറഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ മാമിയുടെയും റെജിയുടെയും പൊതു സുഹൃത്തായ ബിനോജ് എന്ന ഒരു ആൾ പറഞ്ഞു, അദ്ദേഹത്തിന് ഉന്നതങ്ങളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്, ഒരു DGP തലത്തിലുള്ള ഉദ്യോഗസ്ഥനെ അറിയാം, അതുകൊണ്ട് നമുക്ക് വേഗം പരാതി നൽകാമെന്ന് പറയുന്നു. ഇത്തരത്തിൽ ഈ കുടുംബം ഈ പരാതി ഡ്രാഫ്റ്റ് ചെയ്ത് വിനോജിൻ്റെ ഫോണിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും റെജി വീണ്ടും അടുത്തൊരു കാര്യം പറയുന്നു. ചിക്ബല്ലാപൂരിൽ വെച്ച് ഉണ്ട്, ഈ മാമിയുണ്ട്, അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചു, ബിനോജ് എന്ന ആൾ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും ഈ കുടുംബം ഡ്രാഫ്റ്റായി അയച്ച പരാതി ഡിലീറ്റ് ചെയ്യുകയാണ്. കാരണം മാമി ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തെ നാണം കെടുത്താനായി ഇങ്ങനൊരു പരാതി കൊടുക്കേണ്ടത് ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും മണിക്കൂറുകൾ കഴിഞ്ഞ് വീണ്ടും രാത്രിയാകുമ്പോൾ മാമിയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നുമില്ല, ചിക്ബല്ലാപൂരിൽ ഉള്ളതായും വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഉടനെ മറ്റു ചില സുഹൃത്തുക്കൾ കൂടി ഈ കുടുംബത്തോട് പറയുന്നു പരാതി നൽകണം. അങ്ങനെ അവർ നടക്കാവ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പോകുന്നു. ഈ പരാതി നൽകാൻ പോകുന്നതിനിപ്പുറം റെജിയെ വിളിക്കുന്നുണ്ട്. കാരണം റെജിയാണ് ഇവരുടെ വാഹനം ഓടിക്കുന്ന ആൾ, അതുകൊണ്ട്. പക്ഷേ റെജി പറയുന്നു താൻ വളരെ ദൂരെയാണ്, ഞാൻ മറ്റൊരാളെ അയക്കാം എന്ന് പറഞ്ഞ് രാജീവ് എന്നൊരാളെയാണ് അങ്ങോട്ട് അയക്കുന്നത്. ഇതിനുശേഷം പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴും ഈ മാമിയുടെ ഭാര്യ വിളിക്കുന്നുണ്ട് റെജി. അപ്പോൾ റെജി സ്റ്റേഷനിൽ കുറച്ച് മാറിയാണുള്ളത്, പക്ഷേ ഞാൻ ലുങ്കി ഉടുത്തതുകൊണ്ട് എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ ജാള്യതയുണ്ട് എന്ന് പറഞ്ഞ് അവിടെയും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ. പിന്നെയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് റെജി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നീക്കുന്നത്. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് റെജി ഇങ്ങനൊരു മാറ്റി പറയുന്നു? കാരണം താൻ നിർബന്ധിച്ചിട്ട് പരാതി നൽകിയ കുടുംബത്തെ അയാൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതാണ് ഏറെ കൗതുകരം. ഒപ്പം ചിക്ബല്ലാപൂരിൽ ഉണ്ട് എന്നൊരു കള്ളം എന്തിന് ഈ കുടുംബത്തോട് പറഞ്ഞു എന്നതും ഏറെ കൃത്യമാണ്. ഇന്നലെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും അത് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ബിനോജ് എന്നയാൾ പറഞ്ഞതാണ്. അവർക്കൊരു ആശങ്കയുടെ മുൾമുനയിൽ നിൽക്കുമ്പോൾ അവർക്കൊരു ചെറിയ ആശ്വാസമാകട്ടെ എന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് റെജി പറയുന്നത്. ഒപ്പമാണ് ഈ ആദ്യ ഘട്ടത്തിലെത്തിയ അന്വേഷണ സംഘത്തിനോട് ഈ റെജി നൽകിയ ഒരു മൊഴിയായിരുന്നു ആദ്യ ഘട്ടത്തിൽ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത്. അതൊരു പെൺകുട്ടിക്കൊപ്പം കോഴിക്കോട് ബീച്ചിൽ വെച്ച് മാമിയെ കണ്ടു എന്നതാണ്. കാറിനടുത്ത് ഇരുവരും അടുത്ത് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് ഒരു മൊഴി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണം പൂർണ്ണമായും ലോക്കൽ പോലീസ് നീക്കിയത് ഈ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചായിരുന്നു. ആരാണ് ഈ പെൺകുട്ടി? അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ടോ? പെൺകുട്ടിയെ തിരിഞ്ഞുള്ള CCTV ദൃശ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഫോൺ സംഭാഷണമുണ്ടോ? ഈ കോൾ രജിസ്റ്ററുകൾ എടുത്ത് അതിൽ ഈ ഇത്തരത്തിലൊരു പുതിയ ആളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കി കുറേ അധിക ദിവസങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ ചെലവഴിച്ചു. അതുകൊണ്ട് തന്നെ സംഭവിച്ചത് ഈ കേസിൻ്റെ ഒരു സുവർണ്ണ നിമിഷങ്ങളിൽ, ഗോൾഡൻ അവേഴ്സ് എന്ന് പറയും പോലീസ് ഭാഷ, അത്തരം അവേഴ്സിൽ ലഭിക്കേണ്ട തെളിവുകൾ പലതും അവർക്ക് പരിശോധിക്കാനോ മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷണം നീട്ടാനോ കഴിയാതെ വന്നൊരു സാഹചര്യമുണ്ട്. പൂർണ്ണമായും ആ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങി. ഒപ്പം മറ്റു പല കഥകളും പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അന്തരീക്ഷത്തിൽ. അത്തരം ഊഹാപോഹങ്ങളുടെ പുറകെ പോലീസിന് പോകേണ്ടി വന്നു. അത് കുടുംബം തന്നെ വിമർശിക്കുന്നുണ്ട്. കാരണം ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട പല തെളിവുകളും ഇത്തരത്തിൽ റെജി പറയുന്ന പല കഥകളെയും ചുറ്റിത്തിരിഞ്ഞ് പോലീസിന് നഷ്ടപ്പെട്ടു എന്നത്. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ദുരൂഹമാണ്. കേസിൽ ഒരു നിർണായക വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത്. പോലീസിന്റെ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ ഒരാളെ കാണാതായി, അയാൾ അത്യാവശ്യം വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. ഇയാളെ പറ്റി ഒരു വിവരവും ഇല്ലാതിരിക്കെ ഇത്രയധികം കാലം മറ്റൊരാൾ വന്ന്, ഒരു പക്ഷേ ഈ കേസുമായി ഏറ്റവും നിർണായക ബന്ധമുള്ള ഒരാൾ വന്ന് കുറേ കഥകൾ പറയുന്നു. ഇതിങ്ങനെ എത്ര നാൾ ക്രൈംബ്രാഞ്ചിന് ഇങ്ങനെ ഒരു ഈ ഊഹാപോഹങ്ങൾക്കിടയിൽ, പുകമറക്കിടയിൽ ഈ കേസുമായി മുന്നോട്ട് പോകാൻ പറ്റും?
തീർച്ചയായും അതൊരു ചോദ്യം തന്നെയാണ് ശ്രീദേവ്. കാരണം കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനാണ് മാമി. അദ്ദേഹമാണ് വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ അടക്കമുള്ള ഇടപാടുകൾ നടത്തുന്നത്. ഏറ്റവും ഒടുവിൽ IMAയുടെ ഒരു 30 കോടിയിലധികം രൂപ വരുന്ന ഒരു സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മോമി അപ്രത്യക്ഷനാവുന്നത്. ഈ മോമി പോയ ശേഷം ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ ഈ കച്ചവടം നടക്കുകയും ചെയ്തു. ഒപ്പം ഈ നഗരത്തിൽ ഏത് ഇടപാട് നടന്നാലും മോമി അറിയാതെ നടക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതീവ സമ്പന്നനായ ഒരാൾ, രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിലൊക്കെ വലിയ പിടിപാടുള്ള ഒരാളാണ്. പക്ഷേ അയാളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഒരു ഘട്ടത്തിലും എത്താതെ പോകുന്നത്. നമ്മൾ ഈ ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരോട് മറ്റുമൊക്കെ സംസാരിക്കുമ്പോഴും അവരും പറയുന്നത് ഈ അവരുടെ അന്വേഷണം പലപ്പോഴും എത്തി ചെന്ന് നിൽക്കുന്നത് രജിത്തിലാണ്. രജിത്തിന് ഒരുപാട് കാര്യങ്ങൾ അറിയാം എന്നാണ് അവരും വിശ്വസിക്കുന്നത്. കാരണം 25 വർഷത്തോളമായി മാമിയുടെ സന്തത സഹചാരിയായി ഡ്രൈവറായി പോകുന്ന ഇടങ്ങളിലൊക്കെ പോയി എന്തൊക്കെ ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അറിഞ്ഞയാളാണ്. ഈ ഡ്രൈവർക്ക് അപ്പുറം ചില ഭൂമി ഇടപാടുകളിൽ ഈ രജിത്ത് പങ്കാളി കൂടിയാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഒരു പൂർണ്ണ ചിത്രത്തിലേക്ക് ഒരിക്കലും വരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം 7 മാസത്തോളം സൈനിക പരിശീലനം ലഭിച്ച ഒരാളാണ്. പട്ടാളത്തിൽ ചേർന്നിട്ട് പിന്നീട് പരിശീലനമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും മടങ്ങി വന്ന ആളാണ്. ഒപ്പം ഈ ആയോധന കലകളിലൊക്കെ വലിയ കരുത്തുള്ള ഈ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്, കുംഫു ബ്ലാക്ക് ബെൽറ്റ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ആൾ കൂടിയാണ് രജിത്ത്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിൽ ഒരു മുൻകൂട്ടിയുള്ള ആസൂത്രണം എന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെയാണ് ആദ്യത്തെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ പലവട്ടം രജിത്തിനെ ചോദ്യം ചെയ്തു, രാവും പകലും ഒക്കെയായി പല കാലങ്ങളിൽ ചോദ്യം ചെയ്തു. പക്ഷേ ഒടുവിൽ ഈ ഒരുപാട് ചോദ്യം ചെയ്യലായപ്പോൾ രജിത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും മുൻകൂർ നോട്ടീസ് നൽകിയല്ലാതെ രജിത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനുശേഷം പിന്നീട് കേസ് ഒരു വിസ്മൃതിയിലേക്ക് പോവുകയും ഒക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് PV അൻവർ ചിത്രത്തിലേക്ക് വരുന്നത്. ഈ ADGP MR അജിത് കുമാറിനെതിരായ ചില ആക്ഷേപങ്ങളുമായി അദ്ദേഹം മുന്നോട്ടെത്തിയപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കേസുകളിൽ ഒന്ന് ഈ മാമിയുടെ തിരോധാനമാണ്. കാരണം മാമിയെ കണ്ടെത്താൻ കഴിയാത്തത് ഈ പോലീസ് തലത്തിലെയും ഈ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന ചില പ്രതികളും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് എന്ന ആരോപണമാണ് അന്ന് PV അൻവർ ഉന്നയിച്ചത്. ഒരുപക്ഷെ PV അൻവറിന്റെ ആ ആരോപണത്തിന് ശേഷം വീണ്ടും കുറച്ച് വേഗത കേസിന് കൈവരുന്നു. കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നു, CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. ആ ഘട്ടത്തിലാണ് പോലീസ് തന്നെ, ക്രൈംബ്രാഞ്ച് തന്നെ കേസ് അന്വേഷിക്കും എന്ന് സർക്കാർ അറിയിക്കുകയും പുതിയൊരു സംഘത്തെ വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ മാമിയുടെ കുടുംബങ്ങൾക്കെല്ലാം, ഭാര്യമാർക്കൊക്കെ ഈ ക്രൈംബ്രാഞ്ചിനെ അല്ലെങ്കിൽ കേരള പോലീസിന് വിശ്വാസമാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇനി എന്താണ് ഈ പുതിയ വെളിപ്പെടുത്തലുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ എന്താണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവാം. സഹോദരിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സഹോദരൻ ആര്യനാട് പോലീസിന് പിടിയിൽ. ആര്യനാട് ചേരപ്പള്ളി സ്വദേശിയായ സന്തോഷ് കുമാറാണ് പിടിയിലായത്. സഹോദരി ബീനയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇവരുടെ അമ്മയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നത് തടഞ്ഞപ്പോഴായിരുന്നു ആക്രമണമെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ ബീന പറയുന്നു. ബീന ഇപ്പോൾ ചികിത്സയിലാണ്. പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ആദ്യം പീഡിപ്പിച്ച ആൺ സുഹൃത്ത് ദൃശ്യങ്ങൾ പകർത്തി പലർക്കും കൈമാറിയതാണ് പത്തനംതിട്ടയിലെ പെൺകുട്ടി പിന്നീട് നിരന്തരം പീഡനത്തിനിരയാകാൻ വഴിതെളിച്ചത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പത്തനംതിട്ടയിൽ 62 പേരോളം ഒരു പെൺകുട്ടിയെ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ പീഡിപ്പിച്ചു എന്ന ഈ വാർത്ത പുറത്തു വരുമ്പോൾ ഇതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. സമാനമായ ഒരു വാർത്തയാണ് കാസർഗോഡ് തൃക്കരിപ്പൂരിൽ നിന്നുള്ളത്. 14-കാരിയായ വിദ്യാർത്ഥിനിയെ +2 വിദ്യാർത്ഥി പീഡിപ്പിച്ചതായാണ് പരാതി. വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലും കുട്ടിയുടെ വീട്ടിലും വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പരാതി. പെൺകുട്ടി മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് നടത്തിയ കൗൺസിലിംഗിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് സ്കൂളിലുമാണ് കുട്ടി കൗൺസിലിംഗിന് വിധേയയായത്. പ്രണയം നടിച്ചാണ് പെൺകുട്ടിയെ +2 വിദ്യാർത്ഥി പീഡനത്തിന് ഇരയാക്കിയത്. ഇക്കഴിഞ്ഞ 20-ന് വിനോദസഞ്ചാര കേന്ദ്രമായ റാണിപുരത്തെ റിസോർട്ടിലെത്തിച്ചും പിന്നീട് കുട്ടിയുടെ വീട്ടിൽ ചെന്നും പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. പിന്നീട് ഇയാൾ അകലം പാലിച്ചു തുടങ്ങിയതോടെ പെൺകുട്ടി മാനസികമായി തളരുകയായിരുന്നു. പെൺകുട്ടിയിൽ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ കണ്ടു തുടങ്ങിയതോടെ രക്ഷിതാക്കളാണ് ചികിത്സ തേടി ആശുപത്രിയിൽ എത്തിച്ചത്. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട വിവരം ആദ്യം വെളിപ്പെടുത്തിയത്. ആത്മഹത്യാ പ്രവണത ഉൾപ്പെടെ കാണിച്ചു തുടങ്ങിയതോടെ സ്കൂളിലും പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്.
ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ എ പ്രശാന്താണ് പോക്സോ നിയമപ്രകാരം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പടന്ന ഓരിമുക്ക് സ്വദേശിയായ +2 വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പെൺകുട്ടിയുടെ പേര് വിവരങ്ങൾ നാട്ടിൽ പ്രചരിക്കുകയും ചെയ്തു. ഇതിനെതിരെയും രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ പോക്സോ കുറ്റം ചുമത്തിയിരിക്കുന്ന കേസിൽ പ്രതിക്കുമേൽ പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ഉൾപ്പെടുത്തുമെന്ന് അറിയിച്ചു. ന്യൂസ് 18 പയ്യന്നൂർ. കൊല്ലം ചിതറയിൽ 16-കാരിയെ പ്രണയം നടിച്ച് പീഡനത്തിനിരയാക്കിയ യുവാവ് അറസ്റ്റിലായി. പെരുമാതുറ സഫീല ലാൻഡിൽ 26 വയസ്സുള്ള ഹരീഷാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിലുണ്ടായ സംശയമാണ് ഈ പീഡനത്തിന് വിവരം പുറത്തറിയാൻ കാരണമായത്. ഹരീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. ൽ ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ വെച്ചാണ് ഹരീഷ് പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ഇയാൾ കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇരുവരും സൗഹൃദത്തിലായതോടെ പ്രണയം നടിച്ച് കുട്ടിയുടെ വീട്ടിൽ രാത്രികാലങ്ങളിലെത്തി നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. അഞ്ചലിൽ പഠിക്കുന്ന കുട്ടിയെ വഴിയിൽ നിന്ന് ഇയാൾ കൂട്ടിക്കൊണ്ടുപോയി തിരുവനന്തപുരത്ത് ബന്ധുവീട്ടിലെത്തിച്ചും പീഡനത്തിനിരയാക്കിയതായി പരാതിയിൽ പറയുന്നു. കുട്ടിക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുകയും പെരുമാറ്റത്തിൽ സംശയം തോന്നുകയും ചെയ്തതോടെയാണ് വീട്ടുകാർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഹരീഷിനെ പെരുമാതുറയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. പോക്സോ വകുപ്പ് ഉൾപ്പെടെ ചുമത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം തമ്പാനൂരിൽ യുവതിയെ കഴുത്തറുത്ത് കൊന്നതിന് ശേഷം ഒപ്പമുണ്ടായിരുന്ന മധ്യവയസ്കൻ ആത്മഹത്യ ചെയ്തു. പേയാട് സ്വദേശി കുമാറാണ് യുവതിയെ കഴുത്തറുത്തതിന് ശേഷം ആത്മഹത്യ ചെയ്തത്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, എന്താണ് വിശദാംശങ്ങൾ? അല്പസമയം മുമ്പാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു ലോഡ്ജിൽ നിന്ന് രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് രക്തം വാർന്ന് ഒഴുകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി റൂം ചവിട്ടി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കഴുത്തറുത്ത നിലയിൽ യുവതിയെ കണ്ടെത്തിയത്. സമീപത്തായി കയ്യിൽ ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു കുമാർ ഉണ്ടായിരുന്നത്. ഈ യുവതി ആരാണ് എന്ന കാര്യമടക്കം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. പേയാട് സ്വദേശിയാണ് കുമാർ. ഇയാൾ ഒരു ഫോട്ടോഗ്രാഫറാണ്. ക്യാമറമാനായി ഒരു സ്ഥാപനത്തിൽ, നഗരത്തിലെ തന്നെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂചനകളും ഇതുവരെ ലഭിച്ചിട്ടില്ല. തമ്പാനൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് വ്യക്തമാകുകയുള്ളൂ എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിനകത്തെ ഒരു ലോഡ്ജിനുള്ളിലാണ് ഇവരെ അല്പസമയം മുമ്പ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നമ്മൾ ജാഗ്രത തൽക്കാലം പൂർണ്ണമാക്കുകയാണ്.